ഹലോ. ഇന്ന് അധികം തിരക്കൊന്നുമില്ലാത്ത ദിവസം കേട്ടോ. കാലത്ത് മോനെന്നും 8:30 സ്കൂളിൽ പോവാറ്. ഇന്നാണെങ്കിൽ 9:30 പോയാൽ മതി. തിരക്കില്ലാത്ത കാരണം ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ചു കേട്ടോ. എന്നിട്ട് നേരെ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ട് വേസ്റ്റ് കപ്പിലാണ് ഇട്ട് വയ്ക്കുക. തലേ ദിവസത്തെ വേസ്റ്റാണ്. വേസ്റ്റ് കൊണ്ടുപോയി കളഞ്ഞിട്ട് വേഗം തന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി കേട്ടോ. അവിടെ പാത്രങ്ങൾ ഇട്ട് വയ്ക്കണ കൊട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ആ ഗ്രില്ലിൻ്റെ അടിഭാഗത്തൊക്കെ ഇങ്ങനെ നല്ല പൊടി പിടിച്ചിട്ട് അറിയാൻ പറ്റും. ബ്ലാക്ക് ടൈലല്ലേ, അപ്പോൾ നന്നായി പൊടി പിടിച്ചത് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ട് പിന്നേക്ക് ഇങ്ങനെ വയറ് കാളുകയാണ്. രാവിലെ എണീറ്റിട്ട് അപ്പോൾ ഞാൻ വെള്ളമൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. വെള്ളമൊക്കെ വേഗം കുടിച്ചുട്ടാ. എന്നിട്ട് അതിൽ ജഗ്ഗിൽ വെള്ളം നിറച്ചിട്ട് ടേബിളുമ്പോൾ കൊണ്ടുവയ്ക്കുക. പിന്നെ ഇപ്പോൾ എന്താ വെക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഫ്രിഡ്ജ് തുറന്ന് നോക്കുക കേട്ടോ, അതിലെന്തൊക്കെയുള്ളതെന്ന്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെക്കാമല്ലോ. അത് ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ വെണ്ടയ്ക്ക കൊടുന്ന കവർ അതേപോലെ ഇരിക്കുക. അതിന് ബില്ല് പോലും പുറത്തേക്ക് എടുത്തിട്ടില്ല. ഞാൻ വേഗം വെണ്ടയ്ക്കൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. കാലത്ത് പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പുട്ട് പൊടി എടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ അത് കുറച്ച് നേരം അവിടെ ഒരു 10-20 മിനിറ്റ് അവിടെ സൈഡിൽ വെച്ചാൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇപ്പം നല്ല വെള്ളം പോലെ തോന്നിച്ചെങ്കിലും ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നോക്കിയില്ല വെച്ചെങ്കിൽ കറക്റ്റ് സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഞാനെന്താ കറി വെക്കാൻ മഷ്റൂം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ മഷ്റൂം എടുത്തിട്ട് കറി വെക്കാനുള്ളതാട്ടോ ഇടുന്നത്. അതിൻ്റെ ഇടയിൽ പുട്ടിലേക്കുള്ള തേങ്ങ ചിരകുണ്ട്. എല്ലാം അങ്ങനെ ഒപ്പം നടക്കുന്നുണ്ട്. അതാ അപ്പോഴേക്കും മോളെ എണീറ്റു. അപ്പോൾ മോളവിടെ എണീറ്റിട്ട് എന്നെ വിളിക്കും. കട്ടിൽ വന്ന് അങ്ങനെ ഇറങ്ങുമൊന്നുമില്ല. ഇറങ്ങില്ലെന്ന് മീൻസ് രാവിലെയൊക്കെ എണീറ്റിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ തന്നെ പോയിട്ട് എടുക്കണം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഫാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫാനുമായിരുന്നു കളിക്കുക. മോനാണെങ്കിൽ നല്ല ഉറക്കം. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ ലൈറ്റൊക്കെ ഓഫാക്കി പോകുന്നുണ്ടാവും. പിന്നെ മോളേനൊക്കെ എടുത്ത് വെച്ചിട്ടായി പിന്നെ ബാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ എണീറ്റ് വന്നതല്ലേ, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. വെള്ളം കൊടുത്തിട്ട് താഴെ ഇറക്കാൻ നോക്കുമ്പോൾ ഇറങ്ങണമൊന്നുമില്ല. അപ്പോൾ അവളെ നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കണം. ഞാൻ പൊരി എടുക്കാനാണ് കേട്ടോ പോണത്. പൊരിയില്ല. അപ്പോൾ മലര് അമ്മ എന്തോ പൂജ ചെയ്തതിൻ്റെ മലര് ബാക്കിയുണ്ടായിരുന്നു. മലര് കുറച്ചെടുത്തിട്ട് പ്ലേറ്റിലിട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ താഴെ കളയും, അങ്ങനെ കഴിക്കൊന്നുമില്ല. പിന്നെ ഞാൻ ബാക്കിയുള്ളതിൻ്റെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അടുക്കളയിൽ ആദ്യം ചെയ്യുന്ന പരിപാടി എന്നും ചോറ് വയ്ക്കലാട്ടോ. ഇന്നാണെങ്കിൽ ഞാൻ ചോറ് വയ്ക്കാൻ മറന്നു. കുറേ പ്രാവശ്യം ഈ അരിയൊക്കെ കഴുകിയിട്ട് ഞാൻ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്റ്റൗമ്മയ്ക്ക് വെക്കാൻ മറക്കുക. എന്താ സംഭവം എന്നറിയില്ല. അതിൻ്റെ ഇടയിലത് മോൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ മോനും നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട്. അവൻ വന്നിട്ട് അമ്മ ഞാൻ എണീറ്റു എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിലേക്കാണ് പോണത്. ബാക്കിലേക്ക് എത്ര പറഞ്ഞാലും ബാത്റൂമിൽ പോയി മൂത്രയ്ക്കാൻ ഇഷ്ടമല്ല. നേരെ വർക്ക് ഏരിയയിൽ പോയി ഗ്രില്ല് തുറന്നിട്ട് പുറം കാഴ്ചയൊക്കെ കണ്ട് മൂത്രം ഒഴിച്ചിട്ട് വരും കേട്ടോ. മോൻ പോയതിൻ്റെ പിന്നാലെ ഇതാ മോള് പോയിട്ട് ഇത് ഫോൺ വയ്ക്കുന്ന സ്റ്റാൻഡ് തട്ടിമറിച്ചിട്ടു. ഞാനത് നേരെയൊക്കെ വെച്ചു. പിന്നെ അതാ കറി വയ്ക്കാനുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ. പുട്ടിലേക്കും പിന്നെ ഉച്ചത്തേക്കും മഷ്റൂം തന്നെ കറി. പിന്നെ വെണ്ടക്കായ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഒന്നുകൂടി കഴുകിയിട്ട് വെക്കുന്നുണ്ട്. കഴുകിയിട്ട് വീണ്ടും ആ വെള്ളത്തിൽ തന്നെ ഇടുക. ഞാൻ അരി സ്റ്റൗവിൽ വെക്കുമ്പോൾ വെള്ളം കെറ്റിൽ തിളപ്പിച്ചിട്ട് ഒഴിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ വേഗം വെള്ളം തിളച്ച് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട്. വീണ്ടും മോള് പോയിട്ട് സ്റ്റാൻഡ് തട്ടിയിട്ടുട്ടാ. ഞാൻ അവളെ ചീത്ത പറഞ്ഞാലും മനസ്സിലാവാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഒന്നും ചീത്താറുണ്ട്. എന്നിട്ട് ഞാൻ വന്നിട്ട് പുട്ടുണ്ടാക്കുക കേട്ടോ. പുട്ടുണ്ടാക്കുന്നത് ചിരട്ടപ്പുട്ട് പോലത്തെ സംഭവത്തിലാട്ടോ. കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാട്ടോ ആവി കയറ്റണത്. അതിൻ്റെ ഇടയിൽ ഇതാ മോള് മലര് കഴിക്കാൻ കൊടുത്തത് എടുത്തിട്ട് ചെവിയുടെ ഉള്ളിലിട്ടു. എന്തോ വൈകുന്നേരം ഞാൻ അപ്പം തന്നെ കണ്ടു. ഉണ്ണീനെ കസേരയിൽ കയറ്റിയിരുത്തിയിട്ട് ഞാൻ താഴെയുള്ളതൊക്കെ അടിച്ചു കളയാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അവൾ കസേരയിൽ ഇരിക്കുന്നില്ല. ചൂലെടുത്ത് വന്നിട്ട് അടിച്ചുതരാൻ വേണ്ടി താഴെ ഇറക്കിയപ്പോൾ നല്ല കരച്ചിലാട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ കുട്ടികളെ വെച്ചിട്ട് പണികൾ ചെയ്യാൻ. എളുപ്പമല്ല. ഞാൻ അവിടെ ഒരു പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അവൾ 100 പണി ചെയ്യും. കണ്ട അവിടെ നിന്നൊരു ചോറ് വരുന്ന കയ്യിലാണ് അതെടുത്തിട്ട് ആ ഡോർമ കൊട്ടണത്. മോൻ കുളിച്ച് റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ അവനും ഭക്ഷണം എടുത്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരി മാത്രമേ വെക്കാനുള്ളൂ. ഞാൻ അവിടെയൊക്കെ വേഗം ക്ലീൻ ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതാ പുട്ടും പിന്നെ ആ മഷ്റൂം കറി.
അത് വാരി തരുമോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയിട്ട് ഡ്രസ്സ് മാറുക. അവനെ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു 10 മിനിറ്റ്. ഞാൻ സ്കൂട്ടിയമ്മ കൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സമയമായി 9:30 നേരം വൈകി. അമ്മേനെ വിളിച്ചിട്ട് ഞാൻ മോളേനെ അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് നേരത്തെ. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഇതാ മോൻ നേരം വൈകിയപ്പോൾ വീണ്ടും വന്ന് വിളിക്കുക പോവുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം